ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു സാലഡിൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാലഡാണ്. നമുക്കൊരു പാർട്ടിക്കോ അതിലൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ സാലഡാണ്. ചിക്കനും ആപ്പിളും പൊട്ടറ്റോ ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. വളരെ ടേസ്റ്റി, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലിൽ കുറേയധികം സാലഡ് റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെല്ലാം കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് സാലഡ് ഉണ്ടാക്കാൻ തുടങ്ങാം. ചിക്കൻ സാലഡ് ഉണ്ടാക്കാനായിട്ട് ബോൺലെസ് ചിക്കൻ അല്ലെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് കുരുമുളക് പൊടിയും ഉപ്പുപൊടിയും 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് വേവിച്ചെടുത്തതാണിത്. 1 കപ്പ് ചിക്കൻ പീസസ് ആണ് ഞാനിവിടെ സാലഡിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ് വേവിച്ചതാണ്. 2 മീഡിയം ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തതിന് ശേഷം തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തതാണിത്. പിന്നെ വേണ്ടത് ഒരു ആപ്പിളാണ്. ആപ്പിൾ തൊലിയോടുകൂടെ കട്ട് ചെയ്തെടുത്തതാണിത്. ഇനി ഇതിനായിട്ട് വേണ്ടത് ഒരു ചെറിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 1/2 കപ്പ് ലെറ്റൂസ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 1/2 കപ്പ് സ്പ്രിംഗ് ഓണിയൻ ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇനി സാലഡിനായിട്ട് ഒരു ഡ്രസ്സിങ് ഉണ്ടാക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് നമുക്ക് 1/2 കപ്പ് മയോണൈസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ മിക്സ് ചെയ്തൊന്ന് സ്മൂത്താക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങ പിഴിഞ്ഞതിൻ്റെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് ചേർത്ത് കഴിഞ്ഞ് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. 2-3 മിനിറ്റ് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു ക്രീം പരുവത്തിലാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് കുക്ക് ചെയ്ത് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും ലെറ്റൂസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. പുളി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നാരങ്ങനീരും ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റ് നല്ല ഫില്ലിങ്ങുമായ നമ്മുടെ ചിക്കൻ സാലഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്